കഴിഞ്ഞ ദിവസം ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയുടെ തിയേറ്ററിൻ്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ സൂപ്പറായിരുന്നു. അതായത് നിറഞ്ഞ കയ്യടി, നിറഞ്ഞ സദസ്സുമായിരുന്നു. പ്രേക്ഷകരൊക്കെ ഒരുപോലെ ഏറ്റെടുത്ത സിനിമയാണ്. സിനിമയുടെ ഡയറക്ടർ ഫാസിൽ മുഹമ്മദ് നമ്മുടെ ഒപ്പം ഉണ്ട്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് എല്ലാം ചോദിച്ചറിയാം. പ്രേക്ഷകർ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ എല്ലാവരും ഏറ്റെടുത്ത് കഴിഞ്ഞു. എല്ലാവർക്കും ഫെമിനിച്ചി ഫാത്തിമ എന്ന അഭിമാനത്തോടെ പറയുന്ന ഞാൻ ഫെമിനിച്ചി ഫാത്തിമയാണ് അല്ലെങ്കിൽ ഫെമിനിച്ചിയാണെന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് ആളുകൾ അത് ഏറ്റെടുത്ത് കഴിഞ്ഞു. അപ്പോൾ എന്താണ് ഇപ്പോൾ തോന്നുന്നത്? സന്തോഷമാണ്, വളരെയധികം സന്തോഷം. സ്റ്റാർട്ടിങ്ങിൽ ആ പേര് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ പല ആൾക്കാരും അതിനൊരു എതിർപ്പ് പ്രകടിപ്പിച്ചതാണ്. ഫെമിനിച്ചി അത് കളിയാക്കലില്ല, അത് ശരിയല്ല എന്നല്ല. പക്ഷേ ഞാനൊക്കെ ഒന്ന് കോൺഫിഡൻസ് ചെയ്യുന്നത് ഫെമിനിച്ചി എന്നുള്ള വാക്ക് ഈ പടം കഴിഞ്ഞാൽ അത് അവർ പ്രൗഡായിട്ട് എല്ലാവരും പറയും എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. പിന്നെ ആളുകൾ കണ്ട് കേട്ടുന്നത് എല്ലാവരും ഇപ്പോൾ സെക്കൻഡ് ഷോ ആണ് ഇപ്പോൾ ഇന്ന് കഴിഞ്ഞത്. ഫസ്റ്റ് ഷോയിൽ നമുക്ക് നല്ല റിവ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ കൂടുതൽ ആൾക്കാരിന്ന് കണ്ട് നല്ല റിവ്യൂസ് വരുന്നു. സന്തോഷം. പൊന്നാനിലൊരു സാധാരണ കുടുംബത്തിലെ കഥ പറയുന്ന എന്നുള്ള രീതിയിലൊക്കെയാണ് പ്രതികരണങ്ങൾ വന്നു പോകുന്നത്. അപ്പം പണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ഫിലിം വരുമ്പോൾ കിട്ടുന്ന പ്രതികരണവും ഇപ്പോഴത്തെ പ്രതികരണം തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. അപ്പം ഇപ്പം എന്താണ് ആ ഒരു തരത്തിൽ പ്രേക്ഷകൻ നോക്കി കാണുന്ന രീതിയൊക്കെ താങ്കൾക്ക് പറയാൻ തോന്നുന്നത്? ഞാനൊരു സാധാരണക്കാരനായതുകൊണ്ട് എനിക്ക് സാധാരണമായിട്ടുള്ള ലൈഫ് പറയാൻ കഴിഞ്ഞത്. പ്രേക്ഷകർ അതിനെ സ്വീകരിച്ചു എന്നുള്ളതാണ് അവർക്ക് നമ്മളെ കഥ പറഞ്ഞ രീതി അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് അതിൻ്റെ ഭയങ്കര ഏച്ച് കെട്ടലൊന്നുമില്ലാതെ കൃത്യമായിട്ട് ആളുകളുടെ ഹൃദയങ്ങളിലോട്ട് എത്തുന്ന രീതിയിൽ നിന്നാണ് പ്രതികരണം ഏറ്റവും കൂടുതൽ ഞാൻ വായിച്ചറിഞ്ഞത്. സോ അതിലൊക്കെ എന്താണ് പറയാനുള്ളത്? വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ ഇത്ര കാലം വർക്ക് ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണ്. നമ്മൾ കുറേ കാലം സിനിമയ്ക്ക് വേണ്ടി നമ്മൾ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ റിസൾട്ടാണ് എനിക്ക് ഈ ഒരു ഇതായിട്ട് കിട്ടുന്നത് എന്നുള്ളതാണ്. വളരെ സന്തോഷത്തിലുപരി ഈ ഒരു ആംബിയൻസ്, ഈ ഒരു വൈബ്, ഇതിലൊക്കെ ആളുകൾ നേരിട്ടെത്താണ്. നമ്മളൊരു സാധാരണ ഒരു കൊമേഴ്ഷ്യൽ തിയേറ്ററിലോട്ട് എത്തുന്നതിനുപരി ആളുകൾ ഹൃദയങ്ങളിലോട്ട് നേരിട്ടെത്താണ്. സന്തോഷമാണ് അത്. ഇപ്പോൾ നമ്മളൊരു പടം നമുക്കിപ്പോൾ ഈ പടം ആർട്ടിസ്റ്റ് ഒന്നും ഇല്ലാത്ത കാരണം നമ്മൾ ടെൻഷൻ ചെയ്ത് എങ്ങനെ ഇത് പുറത്ത്. പക്ഷേ നമുക്ക് ഒക്ടലേഷൻ ആയിരുന്നു ലൈഫ് ഓഫ് കെയിൽ എങ്ങനെയും കളിപ്പിക്കണം. അവിടെ നിന്ന് മികച്ച അഭിപ്രായങ്ങൾ കിട്ടും. എന്നിട്ട് നമുക്കിത് പിന്നീട് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ പറ്റുന്നു. അപ്പോൾ ബേസിക് സാധനം നമുക്ക് ലൈഫ് ഓഫ് കെയിൽ കളിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ അവിടെ തന്നെ കളിച്ച് നല്ല അഭിപ്രായം കിട്ടും. എനിക്ക് ഒരുപാട് സാധ്യതകൾ വീണ്ടും തുറന്ന് കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. താങ്ക് യു. ഇനി പുതിയ ചലച്ചിത്രവേളകളിലോട്ടും ജനഹൃദയങ്ങളിലോട്ടും എത്തട്ടെ. അതുപോലെ പുതിയ പുതിയ പ്രൊജക്റ്റുകൾ ഫാസിലിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് താങ്ക് യു.